ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു. ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്തിട്ട് ഇത് ജസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒരു പിടി തേങ്ങ, 5-6 ചുവന്നുള്ളി, കുറച്ച് ജീരകം, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ ഒരു ടൈമിൽ അപ്പോഴത്തേക്ക് നമ്മുടെ മാമ്പഴം നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സില്ലേ തേങ്ങയുടെ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ അത് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. കട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് എടുത്തിട്ട് നല്ല കുറുകുറാന്നാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ താളിക്കാനുള്ളത് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ വേറൊരു ചീനച്ചട്ടി എടുത്ത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ കടുക്, ഉലുവ, ചുവന്നുള്ളി അരിഞ്ഞത്, പിന്നെന്താ വറ്റൽമുളക്, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.